ഈ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യക്ക് മുഖത്തിട്ടൊന്ന് കൊടുക്കുമ്പോൾ ബൂമറാങ്ക് പോലെ റിട്ടേൺ ആയിട്ട് ഭാര്യയും ഭർത്താവിൻ്റെ മുഖത്തിട്ടൊന്ന് കൊടുക്കുക. എന്നിട്ട് അവള് പറയാണ്, ആണാണെന്ന് വെച്ചാൽ കല്യാണം കഴിച്ച് വന്നിട്ട് ഭാര്യമാരെ തല്ലാണാണോ നിന്റെ വിചാരം? എന്നെങ്ങാനും തല്ലിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും തിരിച്ചടിക്കുമെന്ന് പറയാണ്. ഇത് കേട്ട ഭർത്താവാണെന്ന് വെച്ചാൽ ആകെ ഷോക്കായിട്ട് നിൽക്കാണ്. അവനാന്ന് വെച്ചാൽ ഭാര്യനോട് പറയാണ്, നിന്നെ പോലത്തെ ഒരു പെണ്ണിനെ ലവ് ചെയ്ത് കല്യാണം കഴിച്ച എന്നെ വേണം തല്ല, എൻ്റെ ഒരു ഗതികേട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദേഷ്യത്തോടുകൂടി അവൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി ഇരിക്കുകയാണ്. ആ ഒരു സമയം അവൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ആയാ എന്താ ചെയ്യാ? നിന്നോട് ഞാൻ അപ്പളേ പറഞ്ഞാണ് ഈ ലവ് മാരേജ് ഒന്നും വേണ്ട, അവളുടെ കുടുംബത്തിന് ചേർന്ന പെണ്ണല്ല അവള്. പറഞ്ഞ പോലെ ഞങ്ങൾ പറഞ്ഞ പെൺകുട്ടീനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇപ്പൊ അവളുടെ വീട്ടുകാരെയും നമ്മളുടെ വീട്ടുകാരും എല്ലാരും കൂടി ഇരുന്ന് സംസാരിച്ച് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കായിരുന്നു. ഇതാന്ന് വെച്ചാൽ നീ തന്നെ കണ്ടുപിടിച്ചതല്ലേ, ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, അവളുടെ വീട്ടുകാരെയും നിന്റെ വീട്ടുകാരെയും എല്ലാരും കൂടി വിളിച്ച് നമുക്ക് സംസാരിച്ച് ഒത്തുപോകുന്നുണ്ടെങ്കിൽ ഇത് ഒത്തുപോവാ, അല്ലാന്നുണ്ടെങ്കിൽ അവളെ കളഞ്ഞിട്ട് നമുക്ക് വേറെ കല്യാണം കഴിക്കാന്ന് പറയാം. ഇത് കേട്ടാ ഭർത്താവ് എന്ന് വെച്ചാൽ അച്ഛൻ ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത്, എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കാം. ഇതേ സമയം ഭാര്യയാണെന്ന് വെച്ചാൽ അവളുടെ അമ്മനെ വിളിക്കുന്നുണ്ടായിരുന്നു. അവളുടെ സംസാരത്തിലെ വ്യത്യാസം കണ്ടിട്ട് അവളുടെ അമ്മക്ക് മനസ്സിലാവാണ് അവൾക്ക് ഏതോ പ്രശ്നമുണ്ടെന്ന്. ആദ്യം അസുഖം ഉണ്ടോ എന്ന് ചോദിക്കാണ്, പിന്നീട് മനസ്സിലാവാണ് മരുമോനായിട്ട് തല്ലു പിടിച്ചില്ല, ഞാൻ അപ്പളേ പറഞ്ഞല്ലേ ഇങ്ങനത്തെ ഒരു പയ്യനെ കല്യാണം കഴിക്കേണ്ടെന്ന്, നീ മര്യാദക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാനായിട്ട് പറയാണ്. ആ ഒരു സമയം ഭാര്യ പറയാണ്, ഹലോ, നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഞങ്ങൾ തല്ലു പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞാൽ അവൻ എന്നോട് വന്ന് സ്നേഹത്തോടെ സംസാരിക്കും. അവന്റെ സ്വഭാവം നന്നായിട്ട് എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ സെലക്ട് ചെയ്തത്. ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഊതി പെരുപ്പിച്ച് വലിയ പ്രശ്നമാക്കാൻ വേണ്ടി നിങ്ങൾ ആരും നോക്കേണ്ട ആവശ്യമില്ല. എന്റെ വീട് ഇതാ, ഞാൻ അവനായിട്ട് മാത്രമേ ജീവിക്കുള്ളൂ എന്ന് പറയാണ്. ഇതേ സമയം ഈ പയ്യനാന്ന് വെച്ചാൽ അവന്റെ അച്ഛനോട് എന്താ പറഞ്ഞതെന്ന് അറിയോ? അതറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിന് ഇഷ്ടമാണെങ്കിൽ ഐ ലവ് മൈ ഹസ്ബൻഡ് എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. ഇതിന്റെ ഫുൾ പാർട്ട് കാണാനായിട്ട് താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.